ഹായ് ഡിയേഴ്സ്, CBSE 10th ക്ലാസ്സിലെ ചാപ്റ്റർ 2 പോളിനോമിയൽസിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് പഠിക്കാം, എന്നിട്ട് നമുക്ക് എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. AX² + BX + C. ഇതിൽ ABC എന്താണ്? കോയിഫിഷ്യൻസ് ആണ് അല്ലേ? ABC എന്താ? കോയിഫിഷ്യൻസ്. ഇനി ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവും? മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയാണ്? 2 ആണ് അല്ലേ? 2 സീറോസ്, അറ്റ്മോസ്റ്റ് 2 റിയൽ സീറോസ് കിട്ടും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ. അപ്പോൾ ആ 2 സീറോസ് ഒരെണ്ണം ആൽഫയും ഒരെണ്ണം ബീറ്റയും ആയിട്ട് എടുക്കുകയാണ്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ബി ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ AX² + BX + C എങ്കിൽ ഈ സീറോസും ഈ കോയഫിഷ്യൻസും തമ്മിൽ കുറച്ച് റിലേഷൻസ് ഉണ്ട്. അതാണ് നമുക്ക് അപ്പോൾ ആദ്യത്തെ റിലേഷൻ നോക്കാം. സീറോസിൻ്റെ സമ്മ്, അതായത് സീറോസ് ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? ആൽഫ, പിന്നത്തെ 0 ബീറ്റ. അപ്പോൾ ആൽഫ + ബീറ്റ എന്തായിരിക്കും? -b/a. ബി എന്താണ്? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്. എ എന്താണ്? x² കോയിഫിഷ്യൻറ്റ്. ഇവിടെ വേരിയബിൾ x ആയി എടുത്തത് കൊണ്ടാണ് x² എക്സും. എക്സിന് പകരം ടി ആവാം, എസ് ആവാം, വൈ ആവാം, ഏത് ലെറ്റർ വേണമെങ്കിലും ആവാം. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ x² കോയഫിഷ്യൻറ്റ്, അതിൻ്റെ നെഗറ്റീവ്. ഇതായിരിക്കും ഈ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടാം. ഇനി ഈ സീറോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് ആൽഫ ബീറ്റ സീറോസിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? C/a. സി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ, അതായത് കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ എന്താ? x² കോയിഫിഷ്യൻറ്റ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ആൽഫ + ബീറ്റ എന്തായിരിക്കും? -b/a. ആൽഫ ബീറ്റ എന്തായിരിക്കും? C/a. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഏതിൽ പഠിക്കാനുണ്ട്? ക്യൂബിക് പോളിനോമിയലിൽ പഠിക്കാനുണ്ട്. ക്യൂബിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോം എന്താ? AX³ + BX² + CX + D. ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ സീറോസ് നമ്മൾ ഏതായിട്ട് എടുക്കണത്? എത്ര സീറോസ് ഉണ്ടാവും ക്യൂബിക് പോളിനോമിയലിന്? മാക്സിമം 3 റിയൽ സീറോസ് ഉണ്ടാവും. അപ്പോൾ ആ സീറോസ് ലെറ്റ് ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ബി ദ സീറോസ് ഓഫ് എ ക്യൂബിക് പോളിനോമിയൽ AX³ + BX² + CX + D. ഇതിൽ ഈ സീറോസും കോയഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ നോക്കാം. ആദ്യത്തെ 3 സീറോസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സം എന്ത് കിട്ടും? ആൽഫ + ബീറ്റ + ഗാമ എന്താണ്? കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ -b/a. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ബി എന്ന് പറയണത് ക്യൂബിക് പോളിനോമിയലിൽ എന്തായിട്ട് വരും? x² കോയിഫിഷ്യൻ്റ് ആണ്. ക്വാഡ്രാറ്റിക്കിൽ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയലിൽ ബി എന്താണ്? x² കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ x² കോയിഫിഷ്യൻറ്റ് ഡിവൈഡഡ് ബൈ x³ കോയിഫിഷ്യൻറ്റിൻ്റെ നെഗറ്റീവ്. അപ്പോൾ -b/a. ഇനി അടുത്തത് ഈ 3 സീറോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ത് കിട്ടും? ആൽഫ ബീറ്റ × ഗാമ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -d/a. എന്താ കിട്ടുക? d/a, കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ x³ കോയിഫിഷ്യൻറ്റ്, അതിൻ്റെ നെഗറ്റീവ് ഓഫ് d/a. മനസ്സിലായല്ലോ. അപ്പോൾ ആൽഫ + ബീറ്റ + ഗാമ എന്ത് കിട്ടും? -b/a. ആൽഫ × ബീറ്റ × ഗാമ എന്ത് കിട്ടും? -d/a. കിട്ടിയോ? ഇനി ഒരു റിലേഷനും കൂടി ഈ ക്യൂബിക് പോളിനോമിയൽ എക്സ്ട്രാ പഠിക്കാനുണ്ട്. അതായത് ഈ 3 സീറോസിൻ്റെ പെയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 3 സീറോസിൻ്റെ പെയേഴ്സ്, അതായത് ആൽഫ ബീറ്റ, ബീറ്റ ഗാമ, ആൽഫ ഗാമ. അപ്പോൾ ആൽഫ ബീറ്റ + ബീറ്റ ഗാമ + ഗാമ ആൽഫ ഓർ ആൽഫ ഗാമ ഈക്വൽ ടു എന്ത് കിട്ടും? C/a. സി എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്. എ എന്ന് പറഞ്ഞാൽ x³ കോയിഫിഷ്യൻറ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യത്തെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ആൽഫ + ബീറ്റ + ഗാമ എന്ത് തന്നെയായിരുന്നു? -b/a. ആൽഫ + ബീറ്റ -b/a ആണ്. അതുപോലെ തന്നെ ക്യൂബിക് പോളിനോമിയലിൻ്റെയും സം ഓഫ് ദ സീറോസ് എന്താണ്? -b/a. ഇനി ആൽഫ ബീറ്റ ഗാമ എന്താണ്? -d/a. ഇനി ആൽഫ ബീറ്റ + ബീറ്റ ഗാമ + ആൽഫ ഗാമ C/a. അപ്പോൾ ക്വാഡ്രാറ്റിക്കിൻ്റെ നോക്കുമ്പോൾ ഇതെന്താണ്? -b/a. ഇനി ആൽഫ + ബീറ്റ -b/a. ഇനി ആൽഫ ബീറ്റ എന്താണ്? C/a.
അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. C/A എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ക്യൂബിക്കിലും C/A പോസിറ്റീവാണ്, ക്വാഡ്രാറ്റിക്കിലും C/A എന്തായിരിക്കും? പോസിറ്റീവാണ്. അപ്പോൾ C/A എപ്പോഴും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഇനി അടുത്തൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്, ആൽഫ ബീറ്റ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ സീറോസ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. അതായത് സീറോസ് തരും, എന്നിട്ട് പോളിനോമിയൽ എഴുതണം. പോളിനോമിയൽ തരും, എന്നിട്ട് സീറോസ് കണ്ടുപിടിക്കണം, റിലേഷൻ വെരിഫൈ ചെയ്യണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതുപോലെ തന്നെ സീറോസ് തന്നിട്ട് അതിൻ്റെ പോളിനോമിയൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? സീറോസ് ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൻ്റെ സീറോസ് ആണ് എന്ത്? ആൽഫ ബീറ്റ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? കെ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. എന്താണ്? കെ ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ്, ഒരു റിയൽ നമ്പർ നോട്ട് ഈക്വൽ ടു സീറോ. കെ സീറോ ആയി കഴിഞ്ഞാൽ അത് മൊത്തം എന്താവും? സീറോ ആവും. അതുകൊണ്ട് കെ സീറോ ആവരുത്. അപ്പോൾ ഏത് കോൺസ്റ്റൻറ്റ് വേണമെങ്കിലും ആവാം. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ, അതായത് സം ഓഫ് ദ സീറോസ് ഇൻറ്റു എക്സ് പ്ലസ് എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ്. അപ്പോൾ ഒരു പോളിനോമിയൽ എഴുതാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? എക്സ് സ്ക്വയർ എടുക്കുക, സം ഓഫ് ദ സീറോസ് കണ്ടുപിടിക്കുക, ഇൻറ്റു എക്സ് കൊടുക്കുക, പ്ലസ് എന്ത് കൊടുക്കുക? പ്രൊഡക്റ്റ്. ഇവിടെ നെഗറ്റീവാണെന്നുള്ളത് മറക്കരുത്. സം ഓഫ് ദ സീറോസിന് മുന്നിൽ എന്തായിരിക്കണം? നെഗറ്റീവായിരിക്കണം. ഇനി സം ഓഫ് ദ സീറോസ് നെഗറ്റീവ് കിട്ടുകയാണെങ്കിൽ ഈ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആവും. ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അത് മറക്കരുത്. അപ്പോൾ ഇതും നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. എക്സസൈസ് 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സീറോസ് ആൻഡ് ദ കോഎഫിഷ്യൻസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സീറോസ് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് സീറോസും കോഎഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പോളിനോമിയൽ ഏതാണ്? എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 8 ആണ് തന്നിരിക്കുന്ന പോളിനോമിയൽ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കണം. അതായത് ഈ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്കത് കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള റിലേഷൻ വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്യണത് എപ്പോഴും എങ്ങനെയായിരിക്കണം? സ്പ്ലിറ്റ് ചെയ്യണത് അതായത് ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ടേംസ് ആക്കിയിട്ട് എഴുതാണ്. അതെങ്ങനെയാണ്? ആ 2 ടേംസ് നമുക്ക് എങ്ങനെ കിട്ടും? അതായത് സമ്മ് 2 നമ്പേഴ്സ് ആലോചിക്കുക, അതിൻ്റെ സമ്മ് എന്ത് കിട്ടണം? -2 കിട്ടണം. സമ്മ് എന്ത് കിട്ടണം? -2, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കിട്ടണം. ഇനി പ്രൊഡക്റ്റ് എന്ത് കിട്ടണം? 2 നമ്പേഴ്സ് ഹൂ സം ഈസ് -2, പ്രൊഡക്റ്റ് ഈസ് എന്താ? ഇവിടെ എ എന്താണ്? 1, സി എന്താണ്? -8. അപ്പോൾ 1 ഇൻറ്റു -8 എന്താ? -8. അപ്പോൾ പ്രൊഡക്റ്റ് സമ്മ് എന്ത് കിട്ടണം? ബി കിട്ടണം. പ്രൊഡക്റ്റ് എന്ത് കിട്ടണം? എ സി കിട്ടണം. മനസ്സിലായോ? എ എന്താ? ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, സി എന്താ? കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ 2 നമ്പേഴ്സ് കണ്ടുപിടിക്കുക. സമ്മ് -2ഉം പ്രൊഡക്റ്റ് -8ഉം ആയിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് വരുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഒരു നമ്പർ നെഗറ്റീവും ഒരു നമ്പർ പോസിറ്റീവും ആയിരിക്കും. നമ്മൾ കണ്ടുപിടിക്കണം ഒരു നമ്പർ നെഗറ്റീവ് ഒരു നമ്പർ പോസിറ്റീവും ആയിരിക്കണം. ഇനി സമ്മും നെഗറ്റീവ് വരണ കാരണം അതിലെ വലിയ ഡിജിറ്റ് എന്താ? ഏത് നമ്പറാണോ ആ നമ്പർ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അപ്പോൾ സമ്മ് നെഗറ്റീവ് ആകുമ്പോൾ ഇപ്പോൾ 2 നമ്പേഴ്സ് പ്രൊഡക്റ്റ് 8 ആയിട്ട് വരുന്ന 2 നമ്പേഴ്സ് ഏതാ? 4ഉം 2ഉം. ഇനി ഇതിൽ ഏതിനാണ് പോസിറ്റീവും ഏതിനാണ് നെഗറ്റീവും കൊടുക്കേണ്ടത്? ഈ 4ന് നെഗറ്റീവ് കൊടുക്കണം, കാരണം ഇതിൻ്റെ സമ്മ് എത്രയാണ് കിട്ടണത്? നെഗറ്റീവാണ്. അപ്പം -4 ഇൻറ്റു 2 ആണ് എന്ത്? -8. -4 + 2, അതായത് ഇതിൻ്റെ സമ്മ് എത്രയാണ്? -2. ശരിയായില്ലേ? സമ്മ് -2 കിട്ടി, പ്രൊഡക്റ്റ് -8ഉം കിട്ടി. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കിട്ടി. അപ്പോൾ -2x നമുക്ക് എങ്ങനെ എഴുതാം? -2x എന്ന് പറയുന്നത് -4x + 2x അല്ലേ? നമുക്ക് കിട്ടിയ 2 നമ്പേഴ്സ് ഏതാ? -4ഉം +2ഉം. അപ്പോൾ -4x + 2x എന്ന് എഴുതാം. ഇങ്ങനെയാണ് ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണത്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എക്സ് സ്ക്വയർ -4x +
2x മൈനസ് 8. നെഗറ്റീവ് 2xന് പകരം ഇവിടെ എന്ത് എഴുതി? നെഗറ്റീവ് 4x പ്ലസ് 2x എന്ന് എഴുതി. ഇനി ഈ രണ്ട് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ മൈനസ് 4x ആണ്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇനി എന്താ ഉള്ളത്? ഈ രണ്ട് ടേംസിൽ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പുറത്തേക്ക് വന്നു. അപ്പോൾ ബാക്കി എക്സ് ഉണ്ട്. മൈനസ് 4xൽ നിന്ന് എക്സ് പുറത്തേക്ക് വന്നു. ബാക്കി എന്തുണ്ട്? മൈനസ് 4 ഉണ്ട്. ഇനി ഈ രണ്ട് ടേംസിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഒരെണ്ണം 2x, ഒരെണ്ണം നെഗറ്റീവ് 8. അപ്പോൾ ഈ 2ഉം 8ഉം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? 2 കോമൺ ആണ് അല്ലേ? ഇനി ബാക്കി എന്താ ഉള്ളത്? 2xൽ നിന്ന് 2 പുറത്തേക്ക് എടുത്തു. എക്സ് എന്താണ്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് ഉണ്ട്. ഇനി നെഗറ്റീവ് 8ൽ നിന്ന് 2 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്താ ഉള്ളത്? നെഗറ്റീവ് 4 അല്ലേ? നെഗറ്റീവ് 4 ഇൻറ്റു 2 ആണ് നെഗറ്റീവ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇനി ബാക്കി നെഗറ്റീവ് 4. അപ്പോൾ ഇതിങ്ങനെ രണ്ട് ടേമായി. ഈ 4 ടേമിന് ആദ്യം നമുക്ക് എത്ര ടേംസ് ആയിരുന്നു? 1 2 3 ടേംസ് ആയിരുന്നു. പിന്നെ നമ്മളത് എത്രയാക്കി? 1 2 3 4 ടേംസ് ആക്കി. പിന്നെ നമ്മളത് എത്രയാക്കി? 1 2 ടേംസ് ആക്കി. ഇനി ഈ ടേംസിൽ കോമൺ ആയിട്ട് എന്തുണ്ട്? ഇവിടെ എക്സ് മൈനസ് 4 ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് 4 ഉണ്ട്. ആ എക്സ് മൈനസ് 4നെ നമുക്ക് കോമൺ ടേം ഇതാണ്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി ഫസ്റ്റ് ടേമിൽ നിന്ന് എക്സ് മൈനസ് 4 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? എക്സ്. ഇനി സെക്കൻഡ് ടേമിൽ നിന്ന് എക്സ് മൈനസ് 4 പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഇവിടെ ഉള്ളത്? പ്ലസ് 2 ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ രണ്ട് ലീനിയർ ഇക്വേഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റി. കിട്ടിയല്ലോ? ഒരു സെക്കൻഡ് ഡിഗ്രി ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ രണ്ട് ലീനിയർ പോളിനോമിയൽസിൻ്റെ ഇക്വേഷൻ അല്ല പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് ഈക്വൽ ടു 0 ആവാനായിട്ട് എക്സ് എന്ത് ചെയ്യണം? ഒന്നുകിൽ ഇത് 0 ആവണം, അല്ലെങ്കിൽ ഇത് 0 ആവണം. അപ്പോൾ എക്സ് മൈനസ് 4 0 ആവണമെങ്കിൽ എക്സിന് എത്ര വാല്യൂ വേണം? ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? 0 + 4. അതായത് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി? 4 കിട്ടി. ഇനി അടുത്തത് എന്താ? എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 ആവണമെങ്കിൽ എക്സ് എത്രയായിരിക്കണം? ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? 0 - 2 ഈക്വൽ ടു -2. അപ്പോൾ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി, 4ഉം നെഗറ്റീവ് 2ഉം. ഇതാണ് ഈ പോളിനോമിയലിൻ്റെ എന്ത്? സീറോസ്. മനസ്സിലായി? എ ബി സി കോയിഫിഷ്യൻസ് ഒക്കെ എഴുതി വയ്ക്കുക. ax² അതായത് 1, bx ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് 2, കോൺസ്റ്റൻ്റ് എത്രയാണ്? നെഗറ്റീവ് 8. ഇനി ആൽഫ എത്ര കിട്ടിയ? 4. ബീറ്റ എക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയത്? നെഗറ്റീവ് 2. 4ഉം നെഗറ്റീവ് 2ഉം കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കണ്ടീഷനല്ല, റിലേഷൻ വെരിഫൈ ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണെന്ന് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 4 + -2. 4 + -2 എത്രയാണ്? 4 - 2 ഈക്വൽ ടു എത്രയാണ്? 2. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എത്ര കിട്ടി? 2 കിട്ടി. ഇത് എന്തിനോട് ഈക്വൽ ആണോ എന്ന് നോക്കണം. നെഗറ്റീവ് b/a. നെഗറ്റീവ് b/a. ബി എത്രയാണ്? നെഗറ്റീവ് 2. അപ്പം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 2. ബി നെഗറ്റീവ് 2 ആണ്, ഓൾറെഡി ബി നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 2/a. എ എത്രയാണ്? 1. അപ്പം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 2 എന്താ? പോസിറ്റീവ് 2/1 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്? 2 തന്നെ. 2/1 ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ആൽഫ പ്ലസ് ബീറ്റ 2, b - aയും 2 തന്നെ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു നെഗറ്റീവ് b/a. അപ്പോൾ ഇതെന്തായി? ഇത് വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് അടുത്ത റിലേഷൻ വെരിഫൈ ചെയ്യണ്ടേ? ആൽഫ ബീറ്റ ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ സീറോസ് എന്തായിരിക്കും? ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു 4 × -2 ഈക്വൽ ടു എന്താ? നെഗറ്റീവ് 8. ഇതെന്തിനോട് ഈക്വൽ ആണോ നോക്കണം. c/aക്ക് ഈക്വൽ ആണോന്ന്. സി എത്രയാണ്? നെഗറ്റീവ് 8. എ എത്രയാണ്? 1. അതായത് എന്തുതന്നെയാണ്? നെഗറ്റീവ് 8. അപ്പോൾ ആൽഫ ബീറ്റയും c/aയും എന്താണ്? ഈക്വലാന്ന് കിട്ടി. ആൽഫ ബീറ്റ ഈക്വൽ ടു c/a. അപ്പോൾ ഇത് എന്തുതന്നെയാണ്? വെരിഫൈഡ്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വേരിയബിൾ ഇവിടെ എസ് ആണ്. 4s² - 4s + 1. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എയും ബിയും എഴുതാം. എ എന്താണ്? s² കോയിഫിഷ്യൻറ്റ് 4, ബി എന്താണ്? എസിൻ്റെ കോയിഫിഷ്യൻറ്റ് -4, സി കോൺസ്റ്റൻറ്റ് 1. എ ബി സി കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇതിനെങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? എന്ത് നോക്കണം നമ്മൾ? സമ്മ് എന്ത് കിട്ടണം? സമ്മ് ബി കിട്ടണം. സമ്മ് ബി, അതായത് ബി എത്ര ഇവിടെ? -4. പ്രൊഡക്റ്റ്
പ്രൊഡക്റ്റ് എന്ത് കിട്ടണം? എ ഇൻറ്റു സി. എ എത്രയാ? 4, സി എത്രയാ? 4 തന്നെ. അപ്പോൾ സമ്മ് -4, പ്രൊഡക്റ്റ് +4 കിട്ടും. അപ്പോൾ ഏത് നമ്പേഴ്സാണ്? രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് 4ഉം സമ്മ് -4ഉം വരാം. അപ്പോൾ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? ഒന്നുകിൽ രണ്ടും നെഗറ്റീവായിരിക്കാം, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയാലാണ് പ്രൊഡക്റ്റ് എന്ത് കിട്ടുള്ളൂ? പോസിറ്റീവ് കിട്ടുള്ളൂ. ഇനി ഇവിടെ സമ്മ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ്? സമ്മ് നെഗറ്റീവാണ്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? രണ്ടും നെഗറ്റീവായിരിക്കും. എന്നാലാണ് എന്ത്? സമ്മ് നെഗറ്റീവും കിട്ടണം, പ്രൊഡക്റ്റ് പോസിറ്റീവും കിട്ടണമെങ്കിൽ രണ്ടും നെഗറ്റീവായിരിക്കും. അപ്പോൾ ഏത് രണ്ട് നമ്പേഴ്സ് ആയിരിക്കും? -2 ഇൻറ്റു -2 എത്രയാണ്? +4. -2 പ്ലസ് -2 എന്താണ്? -4 അല്ലേ? അപ്പോൾ സമ്മ് -4ഉം പ്രൊഡക്റ്റ് +4ഉം കിട്ടി. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടിയല്ലോ. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ 4s² - 4s + 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 4s² -2s -2s + 1. ഇനി ഈ രണ്ട് ടേംസിൽ കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 4s² 2sലും കോമൺ ആയിട്ട് 2s കോമൺ ആണ്. അപ്പോൾ 2s പുറത്തേക്ക് എടുത്തു. ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്ത് വരും? 4s² നിന്ന് 2s ഔട്ട്സൈഡ് എടുത്താൽ ഇൻസൈഡ് എന്താ? 2s. 2s ഇൻറ്റു 2s ആണ് എന്ത്? 4s² മൈനസ് 2s ഓൾറെഡി എന്താ? ടേക്കൺ ഔട്ട്സൈഡ്. അപ്പോൾ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്താ റിമൈനിങ്? 1. ഇനി അടുത്തത് ഇവിടെ എന്താണ്? -2s + 1. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കണം, ഇവിടെ നമുക്ക് എന്താണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്? 2s - 1. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്കറിയാം എന്താണ്? ഈ രണ്ട് ടേംസ് ആക്കി മാറ്റും. ഈ രണ്ട് ടേംസിൽ നിന്ന് കോമൺ ആയിട്ടുള്ളത് പുറത്തേക്ക് എടുക്കും. കോമൺ ആയിട്ട് വരേണ്ട സംഭവം ഏതാ? ഈ 2s - 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടണം? 2s - 1 വേണം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് -1 പുറത്തേക്ക് എടുത്തു. അതായത് ഈ 2sൻ്റെ നെഗറ്റീവ് സൈൻ എന്ത് ചെയ്തു? ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്? 2s അല്ലേ? -1 ഇൻറ്റു 2s എന്താ? -2s. ഇനി +1ൽ നിന്ന് -1 പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? +1നെ എങ്ങനെ എഴുതാം? -1 ഇൻറ്റു -1 ആണ് +1. അപ്പോൾ അതിൽ ഒരു -1 ടേക്കൺ ഔട്ട്സൈഡാണ്. അപ്പോൾ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്ത് വന്നു? -1 വന്നു. അപ്പോൾ ഇവിടെ ഈ രണ്ട് അപ്പോൾ ഇത് എന്താ? ഈ 4 ടേംസ് എന്തായി മാറി? 2 ടേംസ് ആയിട്ട് മാറി. ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ടുള്ളത് ഏതാ? 2s - 1 ഈസ് കോമൺ. അപ്പോൾ നമുക്ക് ആ 2s - 1 ബ്രാക്കറ്റിന് പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിനല്ല, 2s - 1 പുറത്തേക്ക് എടുത്തു. ഇനി ബാക്കി രണ്ട് ടേംസിൽ എന്തൊക്കെയുള്ളത്? ഇവിടെ 2s ഉണ്ട്, ഇവിടെ എന്തുണ്ട്? -1 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടി? 2s - 1 2s ഇൻറ്റു 2s - 1. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിന് 2 ഈക്വൽ റിയൽ സീറോസ് ആണുള്ളത്. നമ്മൾ കണ്ടുല്ലോ നേരത്തെ പറഞ്ഞപ്പോൾ ഫസ്റ്റത്തെ പാർട്ടിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ കിട്ടാം ക്വാഡ്രാറ്റിക്കിന്. ഒന്നുകിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ സീറോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 2 ഈക്വൽ റിയൽ സീറോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ നോ റിയൽ സീറോസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് =0 ആവാനായിട്ട് എന്താ വേണ്ടത്? 2s - 1 = 0. അപ്പോൾ 2s എത്രയാണ്? 0 + 1 1. അപ്പോൾ s എത്രയാണ്? ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ 1/2. എസ് എത്ര കിട്ടി? 1/2. അപ്പോൾ നമുക്ക് റൂട്ട്സ് ആൽഫയും ബീറ്റയും എന്ത് തന്നെയാണ്? 1/2 ആണ്. ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്യാം. ആൽഫ = 1/2, ബീറ്റ = 1/2 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? 1/2 + 1/2 എന്താണ്? 1. അത് എന്തിന് ഈക്വൽ ആവണമെന്ന് നോക്കണം. -b/a. ഇവിടെ b എത്രയാണ്? -4. അപ്പം -4 എന്താ? +4/a. a എന്താണ്? +4 തന്നെ. അപ്പോൾ 4/4 എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്തിനോട് ഈക്വലാന്ന് കിട്ടി? -b/a. അപ്പോൾ എന്തായി? ഫസ്റ്റത്തെ റിലേഷൻ വെരിഫൈ ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ ബീറ്റ = 1/2 ഇൻറ്റു 1/2 ഈക്വൽ ടു എന്താ? 1/4. ഇതെന്തിനോട് ഈക്വൽ ആണോ നോക്കണം. c/aക്ക്. c എന്താണ് ഇവിടെ? 1. a എന്താണ് ഇവിടെ? 4. അപ്പോൾ = 1/4 തന്നെ കിട്ടിയല്ലോ. അപ്പോൾ ആൽഫ ബീറ്റ എന്തിനോട് ഈക്വലാണ്? c/aക്ക് ഈക്വലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഹെൻസ് വെരിഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ 6x² - 3 - 7x. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് എഴുതാം.
എക്സ് സ്ക്വയറിൻ്റെ ടേംസ് കഴിഞ്ഞാൽ പിന്നെ ഏത് ടേമാണ് വേണ്ട, എക്സിൻ്റെ ടേം, പിന്നെ കോൺസ്റ്റൻറ്റ് ടേം എഴുതാം. നമുക്ക് എ എത്ര കിട്ടി, 6 കിട്ടി. ബി എത്ര കിട്ടി, -7 കിട്ടി. സി എത്ര കിട്ടി, -3 കിട്ടി. അപ്പോൾ എയും ബിയും സിയും കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യുമ്പോൾ എന്ത് വേണം, സമ്മ് എന്ത് കിട്ടണം, സമ്മ് -7 അല്ലേ, ബി എത്രയാണോ അതാണ് സമ്മ് എന്ന് പറഞ്ഞത്, എന്താ ബി ഇത് കിട്ടണം. പ്രൊഡക്റ്റ് എന്ത് കിട്ടണം, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു സി എത്ര കിട്ടണം, എ എത്രയാണ് 6, സി എത്രയാണ് -3, അതായത് -18. അപ്പോൾ രണ്ട് നമ്പേഴ്സ്, അതിൻ്റെ സമ്മ് -7ഉം പ്രൊഡക്റ്റ് -18 ആവണം. അപ്പോൾ പ്രൊഡക്റ്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരെണ്ണം നെഗറ്റീവ്, ഒരെണ്ണം എന്തുമായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, എന്നാൽ ആ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുള്ളൂ. ഇനി സമ്മ് -7, അപ്പോൾ പ്രൊഡക്റ്റ് 18 വരുന്നത് ഏത് രണ്ട് നമ്പേഴ്സാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുമല്ലോ, ഏതാണ് 9 × 2 ആണ് 18. ഇനി സമ്മ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിൽ 9 ആയിരിക്കും നെഗറ്റീവ് അല്ലേ. അപ്പോൾ -9 × +2 എന്ത് കിട്ടി, -18. -9 + 2 സമ്മ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി, -7 കിട്ടി. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് നമുക്ക് കിട്ടി. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാലോ ഇനി. അപ്പോൾ -7x പകരം നമുക്ക് എന്ത് എഴുതാം, -9x + 2x എന്ന് എഴുതാം അല്ലേ. -9x + 2x എന്താ, -7x. അപ്പോൾ 6x² - 9x + 2x - 3 = എന്തെഴുതാം. ഇനി ഇവിടെ രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്, ഇതിൽ കോമൺ ആയിട്ട് 6ഉം ഇവിടെ 9ഉം ആണ്. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 3x കോമൺ ആണ്. അപ്പോൾ 3x പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ ഓൾറെഡി 3x പുറത്തേക്കാണ്, ബാക്കി 2x. ഇനി ഇവിടെ 3x പുറത്താണ്, ഇവിടെ 9xൽ 3x പുറത്തെടുത്തു. അപ്പോൾ ഇനി ഇവിടെ ബാക്കി എന്താ, റിമൈനിങ് എന്താണ്, 3 -3 റിമൈനിങ്. ഇനി ഇവിടെ എന്താണ്, +2x - 3. അപ്പോൾ ഇതൊരു ടേമും ഇതൊരു ടേമുമായിട്ട് കണക്കാക്കിയ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്, 2x - 3 ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 2x - 3, ഇനി ബാക്കി എന്താ ഉള്ളത്, ഇവിടെ 3x. ഇവിടെ എന്താ ബാക്കിയുള്ളത്, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 × 2x - 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ എന്താ ബാക്കി, +1. ഇവിടെ നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ പോളിനോമിയലിനെ രണ്ട് ലീനിയർ പോളിനോമിയലിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടി. ഇനി ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക, ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ ഇത് =0, ഇത് =0 ആവാൻ 2x - 3 = 0 ആവണം. അപ്പോൾ x എത്രയാവും, 3 ഇങ്ങോട്ട് വന്നു, അപ്പോൾ എന്തായി, +3. 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, /2. x എത്ര കിട്ടി, 3/2. ഇനി 3x + 1 = 0 ആവാൻ x എത്രയാവണം, ഈ 1 ഇപ്പുറത്തേക്ക് വന്നു, -1. 3 ഇങ്ങോട്ട് വന്നപ്പോൾ /3. അപ്പോൾ ആൽഫ 3/2 കിട്ടി, ബീറ്റ എന്ത് കിട്ടി, -1/3 കിട്ടി. ഇനി നമുക്ക് എന്ത് റിലേഷൻ വെരിഫൈ ചെയ്യാം. ആൽഫ + ബീറ്റ = എന്താണ്, 3/2 + -1/3, അതായത് എന്താ, 3/2 - 1/3. ഇവിടെ എന്താണ്, 6 കോമൺ ഡിനോമിനേറ്റർ 6 ആക്കി. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റർ എന്താവും, ഇവിടെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ 9, ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ 9 - 2 എത്രയാണ്, 9 - 2 7/6 കിട്ടിയല്ലോ. അപ്പോൾ ആൽഫ + ബീറ്റ 7/6 കിട്ടി. ഇനി -b/a എത്രയാണെന്ന് നോക്കാം. ബി എത്ര, ഇവിടെ -7. അപ്പോൾ b എത്രയാണ്, -7 +7 /a എത്രയാണ്, 6. അപ്പോൾ എത്ര കിട്ടി, 7/6 കിട്ടി. അപ്പോൾ ആൽഫ + ബീറ്റ എന്തിനോട് ഈക്വലാന്ന് കിട്ടി, -b/a. അപ്പോൾ ആൽഫ + ബീറ്റ = -b/a. അടുത്ത റിലേഷൻ ആൽഫ ബീറ്റ = എന്താ, 3/2 × -1/3 എന്താ, 3 × -1 3, -3, 2 × 3 6, -3/6. അതെന്തിനോട് ഈക്വലാണോ നോക്കണം, c/aക്ക്. c എന്താണ്, -3, a എന്താണ്, 6 ഈക്വലാണ്. അപ്പോൾ ആൽഫ ബീറ്റ എന്തിനോട് ഈക്വലാണ്, c/aക്ക് ഈക്വലാണ്. അപ്പോൾ എന്തായി, ഹെൻസ് വെരിഫൈഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോളിനോമിയൽ 4u² + 8u. 4u² 8u. ഇതിലിപ്പോൾ നമുക്ക്
സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എഴുതേണ്ട ആവശ്യമില്ല, കാരണം 2 ടേമേ ഉള്ളൂ. ഈ 2 ടേംസിലും കോമൺ ആയിട്ട് എന്തുണ്ട്, 4u ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം, 4u പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്തുണ്ട് ഫസ്റ്റ് ടേമിൽ, 4u²ൽ 4u ഇസ് ടേക്കൺ ഔട്ട് സൈഡ് ഓഫ് ദ ബ്രാക്കറ്റ്. അപ്പോൾ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്താണ്, u ഉണ്ട്. ഇനി 8uയിൽ 4u ടേക്കൺ ഔട്ട് സൈഡ്, അപ്പോൾ ഇൻസൈഡ് എന്താണ് 2 അല്ലേ. 4u × 2 ആണ് 8u, 4u × u², 4u². അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, u+2 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ സീറോസ് എങ്ങനെ കണ്ടുപിടിക്കും, ഈ പോളിനോമിയൽ എന്തായിരിക്കണം, =0 ആവാനായിട്ട് യുവിന് എന്ത് വാല്യൂ കൊടുക്കണം. അപ്പോൾ യുവിന് എന്ത് വാല്യൂ കൊടുത്താൽ ഇത് 0 ആവും, 4u × u+2. അപ്പോൾ u 0 ആയി കഴിഞ്ഞാൽ എന്താവും, ഇത് മൊത്തം 0 ആവും അല്ലേ. 4 × 0 ഇവിടെ തന്നെ എന്താവും, 0 ആയി. 0 × 0+2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പോൾ u എന്താവാം, 0 ആവാം. ഇനി അടുത്ത ഒരു പോസിബിലിറ്റി എന്താ, u+2 0 ആയാലും എന്ത് കിട്ടും, ഇത് 0 ആയിട്ട് കിട്ടും. അപ്പോൾ u+2 0 ആവണമെങ്കിൽ u എന്തായിരിക്കണം, ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, -2. അപ്പോൾ u എന്തായിരിക്കും, -2. അപ്പോൾ നമുക്ക് 2 സീറോസ് കിട്ടി. ഏതൊക്കെയാണ്, 0യും -2ഉം. ഏതൊക്കെയാണ്, 0 ആൻഡ് -2. അപ്പോൾ ആൽഫ 0 ബീറ്റ -2 എന്ന് കിട്ടി. ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്ത് നോക്കാം. ഇനി 4u² + 8uലെ എയും ബിയും സി ഒക്കെ എന്താ, എ എന്താ u²ൻ്റെ കോഎഫിഷ്യൻറ്റ് 4, ബി എന്താ യുവിൻ്റെ കോഎഫിഷ്യൻറ്റ് 8, സി എന്താ 0. സി കോൺസ്റ്റൻറ്റ് ടേം ഇല്ല, അതുകൊണ്ട് സി 0 എടുത്തു. ഇനി ആൽഫ + ബീറ്റ നമുക്ക് എത്രയാണെന്ന് നോക്കാം. ആൽഫ + ബീറ്റ എത്രയാണ്, 0 + -2 = -2. ഇനി -b/a എത്രയാ, -b എന്താ, -8 ഡിവൈഡഡ് ബൈ എ എന്താ 4. അപ്പോൾ -8/4 എന്താ, -2. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് കിട്ടി, ഈക്വലാന്ന് കിട്ടി. ആൽഫ + ബീറ്റ എന്തിനോട് ഈക്വലാണ്, -b/a. അപ്പോൾ ആൽഫ + ബീറ്റ =-b/a വെരിഫൈ ചെയ്തു. ഇനി അടുത്ത റിലേഷൻ ആൽഫ ബീറ്റ, ആൽഫ × ബീറ്റ എന്താ, 0 × -2 എന്താ 0. അതെന്തിനോട് ഈക്വലാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്, c/a. സി എന്താ ഇവിടെ 0, 0/4 എന്താണ് 0. അപ്പോൾ ആൽഫ ബീറ്റ എന്തിനോട് ഈക്വൽ തന്നെയാണ്, c/aയോട് ഈക്വലാണ്. അപ്പോൾ 2 റിലേഷനും എന്ത് ചെയ്തു, നമ്മൾ വെരിഫൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ t² - 15. ഇതാണ് പോളിനോമിയൽ തന്നിരിക്കുന്നത്. 2 ടേംസ് തന്നെയുള്ളൂ. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്, a² - b². എങ്ങനെ എഴുതാം, a + b × a - b അല്ലേ. ഇവിടെ എക്ക് പകരം എന്താണ്, t, ബിക്ക് പകരം എന്താണ്, 15ൻ്റെ എന്താണ് സ്ക്വയർ റൂട്ട് ആവും അല്ലേ. b² പകരം ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്, 15 ആണ്. a² പകരം t², b² പകരം 15. അപ്പോൾ ഇവിടെ ബിക്ക് പകരം എന്ത് എഴുതാം, √15. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, t + √15 × t - √15 ഇങ്ങനെ എഴുതി കൂടെ. അപ്പോൾ t² - 15നെ t + √15 × t - √15 എന്ന് എഴുതാം. ഇനി ഇതിൽ =0 ആവാൻ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം, സീറോസ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം, t + √15 0 ആവാൻ t എന്തായിരിക്കണം, -√15. ഇനി t - √15 ആവാനായിട്ട് 0 ആവാൻ ടിയുടെ വാല്യൂ എന്തായിരിക്കണം, t = ഈ -√15 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, +√15. അപ്പോൾ 2 സീറോസ് കിട്ടി. ഏതാണ്, ഒന്ന് √15ഉം ഒന്ന് -√15ഉം. അപ്പോൾ ആൽഫയും ബീറ്റയും നമുക്ക് കിട്ടി. ഇനി നമുക്ക് റിലേഷൻ വെരിഫൈ ചെയ്യാം. ഇവിടെ എയും ബിയും സിയും ഒക്കെ എന്താ, എ എന്താണ് t² കോഎഫിഷ്യൻറ്റ് 1, ബി ടിയുടെ ടേം ഉണ്ടോ, ടി എന്ന ടേം ഇല്ല, അതുകൊണ്ട് ബി എന്താണ് 0 ആണ്. പിന്നെ കോൺസ്റ്റൻ്റ് ഉണ്ട്, എന്താണ് ഇവിടുത്തെ കോൺസ്റ്റൻ്റ്, -15. അപ്പോൾ എ ബി സി കിട്ടി. ഇനി നമുക്ക് ആൽഫ + ബീറ്റ നോക്കാം. ആൽഫ + ബീറ്റ എന്താ, -√15 + √15 എന്താ =0 അല്ലേ. √15 - √15 എന്താ 0 ആയി മാറി. ഇനി -b/a എത്രയാണെന്ന് നോക്കാം. b എന്താ 0, a എന്താ 1. അപ്പോൾ 0/1 എന്തായി 0. അപ്പോൾ ഇത് രണ്ടും എന്തായി ഈക്വലാന്ന് കിട്ടി. ആൽഫ + ബീറ്റ =-b/a. ഇനി അടുത്ത റിലേഷൻ ചെക്ക് ചെയ്യാം. അടുത്തത് ആൽഫ × ബീറ്റ എന്തായിരിക്കും,
നെഗറ്റീവ് ഓഫ് റൂട്ട് 15 ഇൻറ്റു റൂട്ട് 15. എത്രയാണ് റൂട്ട് 15 ഇൻറ്റു റൂട്ട് 15 എന്താ 15. പിന്നെ ഇവിടെ എന്തുണ്ട് ഒരു നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് വരുമ്പോൾ എന്ത് വരും നെഗറ്റീവ് 15. ഇനി ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത് സി ബൈ എ. ഇവിടെ സി എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് -15. എ എത്രയാണ് 1 ആണ്. അപ്പോൾ എത്രയാണ് -15. ആൽഫ ബീറ്റ എന്തിനോട് ഈക്വലാന്ന് കിട്ടി സി ബൈ എയോട് ഈക്വലാണ്. അപ്പോൾ ഇതെന്തായി വെരിഫൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x² മൈനസ് എക്സ് മൈനസ് 4. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യാം. അതിനാദ്യം തന്നെ നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഹൂസ് സം ഈസ് എന്താണ് സം എന്തായിരിക്കും ബി അല്ലേ ax² പ്ലസ് ബി എക്സിലെ ബി. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ -1. അപ്പോൾ അതാണ് നമുക്ക് സമ്മായിട്ട് കിട്ടേണ്ടത്. ഇനി പ്രൊഡക്റ്റ് എന്തായിരിക്കണം പ്രൊഡക്റ്റ് ഈക്വൽ ടു എ ഇൻറ്റു സി എ സി. എ എന്താ ഇവിടെ 3, സി എന്താ -4. അപ്പോൾ 3 ഇൻറ്റു -4 എന്താ -12. അപ്പോൾ 2 നമ്പേഴ്സ് ഹൂസ് സം ഈസ് -1 ആൻഡ് പ്രൊഡക്റ്റ് ഈസ് -12. ഏതൊക്കെയാണ് ഫൈൻഡ് 2 നമ്പേഴ്സ് ഏതൊക്കെയാണ് 4 and 3 അല്ലേ. 4 ഇൻറ്റു 3 എന്ത് കിട്ടും 12 കിട്ടും. 4 - 3 എന്ത് കിട്ടും -1 കിട്ടും. അപ്പോൾ ഇവിടെ സൈൻ നോക്കാം. പ്രൊഡക്റ്റ് എന്താണ് നെഗറ്റീവാണ്. അപ്പോൾ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആയാലാണ് പ്രൊഡക്റ്റ് എന്ത് കിട്ടാൻ നെഗറ്റീവ് കിട്ടാം. ഇനി സം എന്താണ് ഇവിടെ നെഗറ്റീവാണ്. അതായത് 4ഉം 3യിലും ഏതിനായിരിക്കും നെഗറ്റീവ് 4നായിരിക്കും. അപ്പോൾ -4 ഇൻറ്റു 3 ആണ് എന്ത് കിട്ടാൻ -12 കിട്ടുക. അതേപോലെ -4 + 3 എന്ത് കിട്ടും -1 കിട്ടും. അപ്പോൾ സമ്മ് -1 പ്രൊഡക്റ്റ് -12 കിട്ടി. അപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. ഇനി ഇതിനെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 3x² പ്ലസ് 3x എഴുതാം -4x ഇവിടെ എഴുതാം. കാരണം ഇവിടെ നമുക്ക് എന്താ അടുത്ത് കിടക്കുന്നത് 4 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് കോമൺ ടേം എടുക്കാനായിട്ട് എങ്ങനെ എഴുതണം ഇങ്ങനെ എഴുതണം. അപ്പോൾ 3x² പ്ലസ് 3x - 4x - 4. അപ്പോൾ -xന് പകരം നമ്മളിവിടെ എന്ത് എഴുതി 3x - 4x എന്ന് എഴുതി. ഇനി ഈ 2 ടേമിൽ നിന്ന് എന്താണ് കോമൺ ആയിട്ടുള്ളത് 3x കോമൺ ആണ്. അപ്പോൾ 3xനെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത് ഇവിടെ 3x² ആണ്. അപ്പോൾ ഇവിടെ ഒരു x ബാക്കിയുണ്ട്. ഇവിടെ എന്തുണ്ട് 3x ഓൾറെഡി പുറത്താണ്. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് ബാക്കി ഇനി 1 മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഈ 2 എന്ത് പുറത്തെടുക്കാം ഇവിടെ -4x ഇവിടെ -4. അപ്പോൾ ഇവിടെ നിന്ന് -4 പുറത്തേക്ക് എടുക്കാം. -4 പുറത്തേക്ക് എടുത്താൽ ബാക്കി എന്താ ഉള്ളത് -4xൽ x ഉണ്ട്. ഇവിടെ -4 ഓൾറെഡി ടേക്കൺ ഔട്ട് സൈഡ്. അപ്പോൾ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് എന്താണ് റിമൈനിങ് +1. അപ്പോൾ ഇനി ഈ 2 ടേംസിലും എന്താ കോമൺ ആയിട്ടുള്ളത് x + 1 ഈസ് കോമൺ. ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത് 3x. ഇവിടെ ബാക്കി എന്താ ഉള്ളത് -4. എന്ത് കിട്ടി നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 2 ലീനിയർ പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് കിട്ടി. ഇനി ഇത് ഈക്വൽ ടു 0 ആവാനായിട്ട് എക്സിൻ്റെ വാല്യൂ അതാണ് നമ്മുടെ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ x + 1 0 ആവുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ 0 - 1 അതായത് -1 ആണ്. ഇനി 3x - 4 ഈക്വൽ ടു 0 ആവാൻ എക്സിൻ്റെ വാല്യൂ എന്താണ് ഈ -4 ഇങ്ങോട്ട് വരുമ്പോൾ 4 3 ഈക്വൽ ടുവിൻ്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താവും /3 ആവും. അപ്പോൾ 4/3. അപ്പോൾ x ഈക്വൽ ടു -1 x ഈക്വൽ ടു 4/3 ആർ ദ സീറോസ് ഓഫ് ദ ഗിവൺ പോളിനോമിയൽ. അപ്പോൾ ആൽഫ എന്താ കിട്ടി -1ഉം ബീറ്റ 4/3ഉം കിട്ടി. അപ്പോൾ നമുക്ക് എ ബി സി നമ്മൾ എഴുതി. എ എന്താണ് x² കോഎഫിഷ്യൻറ്റ്, ബി എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -1, സി ഈക്വൽ ടു -4 കോൺസ്റ്റൻറ്റ്. ആൽഫയും ബീറ്റയും കണ്ടുപിടിച്ചു. ഇനി റിലേഷൻ ചെക്ക് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും -1 + 4/3. എന്താണ് ഈ -3 ഇങ്ങോട്ട് വന്നു. അപ്പോൾ -3 + 4 all divided by 3 ഈക്വൽ ടു എന്താ 1/3. എന്ത് കിട്ടി 1/3 കിട്ടി. ആൽഫ പ്ലസ് ബീറ്റ 1/3 കിട്ടി. ഇനി -b/a എന്താണ് ഇവിടെ എന്താ ബി -1 ആണ്. അപ്പോൾ -1 ഡിവൈഡഡ് ബൈ എ എന്താണ് 3 ആണ്. അപ്പോൾ ഇത് -1 എന്താ +1 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താണ് കിട്ടി -b/a കിട്ടി.
അപ്പോൾ ഇത് വെരിഫൈ ചെയ്തു. ഇനി അടുത്ത റിലേഷൻ എന്താ? ആൽഫ ഇൻറ്റു ബീറ്റ. അതായത് -1/4/3 ഈക്വൽ ടു എന്താ? -4/3. ഇതെന്തിനോട് ഈക്വലാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്? C/A. C എന്താ? -4. A എന്താ? 3. അപ്പോൾ -4/3 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ബീറ്റ ഈക്വൽ ടു C/A കിട്ടി. അപ്പോൾ രണ്ട് റിലേഷൻസും എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു.